إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും പകർത്തിയും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണമെന്ന് ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോയി ഈമാൻ കിട്ടി മരണപ്പെട്ട് സ്വർഗത്തിൽ ആ ദിവസത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യന്റെ പ്രകൃതിയിലും ഊട്ടപ്പെട്ട ഒന്നാണ് അവൻ ജനിച്ചു വീണ, കളിച്ചു വളർന്ന അവന്റെ നാടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്ത് കാരണം കൊണ്ടാകട്ടെ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരിക എന്നുള്ളത് അതൊരു വലിയ വിരഹദുഃഖത്തിന് കാരണമാകുന്ന ഒന്നാണ്. പലപ്പോഴും പ്രവാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിന്റെ കയ്പുനീര് അനുഭവിച്ച ആളുകൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിലുണ്ടാകാം. അവരൊക്കെ എത്രയാണ് ഹൃദയം പറിച്ചു നട്ടിട്ടാണ് പലപ്പോഴും അവിടേക്ക് പോകുന്നത്. അവിടേക്ക് പോയാലും എത്ര വലിയ ശമ്പളങ്ങൾ ഉണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അവരെല്ലാം ആഗ്രഹിക്കുന്നത് അവനവന്റെ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ്. നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ പോകുന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, അർബഉ മിന സഅദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതിലൊന്ന്, ആദ്യമായി അദ്ദേഹം എണ്ണിയത് അയ്യകൂന റിസ്ഖുക ഫീ ബലദിക. നിന്റെ ഉപജീവനം റഹ്മാനായ റബ്ബ് നിന്റെ നാട്ടിൽ തന്നെ ശരിയാക്കി തരിക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നതാണ്. കാരണം എന്താ? അങ്ങനെയാകുമ്പോൾ അവന്റെ വരുമാനമാർഗം അവിടെയായി, അവൻക്കവന്റെ കൂട്ടുകാരോടൊപ്പവും വീട്ടുകാരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ജീവിക്കുവാനുള്ള ഒരു സൗകര്യവും കിട്ടുമെന്നുള്ളതാണ്. അത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ആ നിലക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ ഏതെങ്കിലും നിലക്ക്
പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഒരു മനുഷ്യനുക്കും ആഗ്രഹിക്കാനോ ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് NRCയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ബില്ല് പാസാക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയമച്ചരടുകൾ വലി തുടങ്ങിയപ്പോഴേക്കും നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനപ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടത്. കാരണം വിഷയത്തിന്റെ ഗൗരവം അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ട് എന്നതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും തന്റെ നാടിനോട് ഈ ഒരു ഹുബ്ബുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. നുബുവത്തിന്റെ ആദ്യ നാൾ സംഭവിച്ചു. ഹിറാ ഗുഹയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ജിബ്രീൽ വന്ന് പേടിച്ചരണ്ട് ഖദീജ ബീവിന്റെ അടുക്കിലേക്ക് ആശ്വാസത്തിനായി കൊണ്ട് പോവുകയും ഖദീജ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മുൻകാല പ്രവാചകന്മാർക്കരികിലേക്ക് വന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് തന്നെയാണിത്, താങ്കൾ പ്രവാചകനാകാൻ പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു വാക്കുണ്ട്. താങ്കളെ താങ്കളുടെ ജനത താങ്കളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. പുറത്താക്കുന്നൊരു കാലത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാമെന്നാണ്. പുറത്താക്കുമെന്നുള്ള ഉറപ്പാണ് എന്നാണ്. അതുവരെ പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. ആ വാക്ക് പറഞ്ഞപ്പോൾ താങ്കളെ താങ്കളുടെ ജനത താങ്കൾ ജനിച്ച് കളിച്ചു വളർന്ന നാട്ടിൽ നിന്നും പുറത്താക്കുമെന്നൊരു വാക്ക് പറയുമ്പോൾ പ്രവാചകന്റെ കണ്ടമിടറുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഔ മുഖ്രിജിയഹും, അവർ എന്നെ പുറത്താക്കുകയോ, എന്റെ കുടുംബക്കാർ എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ എന്ന ആ നാടിന് പിരിയേണ്ടി വരുന്ന വല്ലാത്തൊരു പ്രയാസം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തും, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറനാട്ടുകളിലേക്ക് പോകും. അങ്ങനെ തിരിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന രംഗം മഹാന്മാരായ സ്വഹാബാക്കൾ ഹദീസിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കാന ഇദാ ഖദിമ മിൻ സഫരിൻ, പ്രവാചകൻ തന്റെ യാത്രയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഫനളറ ഇലാ ജുദറാത്തിൽ മദീന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാടായ മദീനയുടെ ബൗണ്ടറികൾ, അതിന്റെ അതിർവരമ്പുകൾ കാണുമ്പോഴേക്കും ഔളഅ റാഹിലതഹു, തന്റെ കുതിരയെ, തന്റെ വാഹനമൃഗത്തെ ഒന്നുകൂടി വേഗത്തിലാക്കുമെന്നാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നാട്ടിലേക്ക് വേഗം എത്താനാണ് എന്ന്. നമുക്കും അങ്ങനെയില്ലേ? വേറെ എവിടൊക്കെ പോയാലും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു സുഖവും സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നൊരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ച് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഹദീസു ഫീഹി ദലാലത്തുൻ അലാ ഫളലിൽ മദീന, ഈ ഹദീസിൽ മദീനയുടെ ശ്രേഷ്ഠതയ്ക്ക് തെളിവുണ്ട് എന്നും വഅലാ മശ്റൂഇയത്തി ഹുബ്ബിൽ വതനി, താൻ ജീവിക്കുന്ന നാടിനെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയതാണ്, അനുവദിച്ചു തന്ന സംഗതിയാണ് എന്നതിൽ തെളിവുണ്ട് എന്ന് പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാ ആളുകൾക്കും, ഏതൊരു മനുഷ്യനിക്കും അവനവൻ ജീവിച്ച നാടിനോട് ഇഷ്ടമുണ്ടാകും. പക്ഷേ നല്ല നിലക്ക് സ്വസ്ഥവും സമാധാനവുമായി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് പലയിടങ്ങളിലുമുണ്ട്. സ്വന്തം നാടിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അവിടെ ജീവിച്ചു പോകാൻ അവസരമില്ലാത്ത, സാഹചര്യമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ, വിശ്വാസം ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഹയാത്താക്കിയതിന്റെ പേരിൽ, 5 വഖത്ത് നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതിന്റെ പേരിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ പീഡനങ്ങളും യാതനകളും പ്രയാസങ്ങളും പുറത്താക്കലുകളും കുത്തുവാക്കുകളും എല്ലാം സഹിച്ചുകൊണ്ടേയിരിക്കുന്ന, വർഷങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫലസ്തീൻ ജനതകളടക്കം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ സുഹൃത്തുക്കളെ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി സ്വന്തം നാടിനോട് വിട പറയേണ്ട പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടു, അല്ലേ സഹോദരങ്ങളെ? ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന, വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാടാണ്, അല്ലേ? സ്വാതന്ത്ര്യ ദിനത്തിന്റെ വലിയ ആഘോഷങ്ങൾ തിമിർത്തു പെയ്യുന്ന ദിവസത്തിലാണ് നമ്മളുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ പോലും പല ആളുകൾക്കും നഊദു ബില്ലാഹ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്?
നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടെയും സ്ഥിതി മറ്റൊന്നുമല്ല എന്നുള്ളതാണ് സമകാലിക സാഹചര്യങ്ങളിലെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു പൈതലിനെ പോലും ഒരു മുസ്ലിമായി എന്നതിന്റെ പേരിൽ ട്രെയിനിൽ നിന്നും തള്ളിയിടുന്ന, അല്ലേ, മുസ്ലിം ആളുകളുടെ വീടുകളിലേക്ക് ബോധപൂർവം ബുൾഡോസറുകൾ കടന്നുവരുന്ന എത്രയേറെ ദുഃഖസഹചരമായ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അൽഹംദുലില്ലാ നമ്മൾ ജീവിക്കുന്ന ഈ നാട് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ സർവ്വവിധത്തിലുള്ള സ്വാതന്ത്ര്യവും നിർഭയത്വവും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആരും ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു വെടിയുണ്ടയുടെ ഒച്ച നമ്മൾ കേട്ടിട്ടില്ല, നമ്മളാരും ഭയപ്പെട്ടിട്ടില്ല, നമ്മളാരും വഴിയിൽ വെച്ച് തടഞ്ഞിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരാൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് പിടിച്ചിട്ട് പോലുമില്ല. അൽഹംദുലില്ലാ, റബ്ബ് നിന്ന് തെരുമാറാകട്ടെ. പക്ഷെ സുഹൃത്തുക്കളെ, ഒരു കാലത്ത് ഇതിനേക്കാൾ ഉഷാറായിരുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ അവസ്ഥയും. പക്ഷേ അത് മാറിത്തുടങ്ങിയിരിക്കുന്നു. പതിയെ 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 അത് നമ്മുടെ നാട്ടിലേക്കും വരാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് ചിലതൊക്കെ ശ്രദ്ധിക്കുവാനും ചിലതൊക്കെ ഓർക്കുവാനും സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കുന്ന ഒരു ദിവസത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊരു ചിന്തയും ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്തുണ്ടായിട്ട് എന്താ കാര്യം? എല്ലാം ഉണ്ടെന്ന് കരുതുക. ആരോഗ്യമുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതൊന്നും ആസ്വദിക്കേണ്ട ഒരു വകുപ്പ് സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ? നമ്മളൊക്കെ ലോക്ക്ഡൌൺ ആയി കടന്ന സമയത്ത് സുഹൃത്തുക്കൾ നമ്മൾക്ക് അനുഭവിച്ച ആ ഒരു പ്രയാസം എത്രയാണ്. എല്ലാമുണ്ട് നമ്മുടെ വീട്ടിൽ, എല്ലാമുണ്ട് നമ്മുടെ വീട്ടിൽ. പക്ഷെ പഞ്ചായത്ത് അടച്ചു, നമ്മൾ എന്നും നടന്നു പോരുന്ന വഴികൾ അടഞ്ഞു. നിനക്കിനി സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്ന് പോലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ നമ്മളൊക്കെ ഒന്ന് അനുഭവിച്ചത്. അതൊക്കെ നമ്മൾ മറന്നു. എന്താണ് ആ സ്വാതന്ത്ര്യത്തിന്റെ വിലയൊക്കെ? സുഹൃത്തുക്കളെ, ഇത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, വല്ലാത്ത അനുഗ്രഹമാണ്. ആരെയും ഭയക്കാതെ നമ്മളിങ്ങനെ നടന്നു പോവുക, ജീവിച്ചു പോവുക എന്നുള്ളത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു തൗഫീഖാണ്. എങ്കിൽ ആ നന്മക്ക്, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ടോ നമ്മൾ എന്നൊന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഇൻ ശകറതും ലഅസീദന്നകും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥ തുടരണമെന്നാണ്. ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വവും മരിക്കുവോളം നമ്മുടെ തലമുറകൾക്കടക്കം ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സുഹൃത്തേ, കേവലം ആഗ്രഹം എന്നതിനപ്പുറത്ത് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? ഏത് അനുഗ്രഹത്തിന്റെയും നിലനിൽപ്പ് ആ അനുഗ്രഹത്തിന് നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ. അല്ലാഹ് പറയാൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനത് ഏറ്റി തരാമെന്നാണ്, വർദ്ധിപ്പിച്ചു തരാമെന്നാണ്. എങ്കിൽ സ്വാതന്ത്ര്യമാകുന്ന, നിർഭയത്വമാകുന്ന റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ മറ്റു പല നാടുകൾക്കും തടയപ്പെട്ട അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിനെങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച് സൂറത്തുൽ ഹജ്ജിലെ 41 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിൽ ആധിപത്യം നൽകപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യം നൽകപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, വിശ്വാസികൾക്ക് അവർക്ക് ഞാൻ ആധിപത്യം ഭൂമിയിൽ നൽകിയാൽ അഖാമുസ്സലാ, അവർ അതാ നമസ്കാരം മനോഹരമായി കൊണ്ട് നിലനിർത്തുന്നു. വആതുസ്സകാ, അവരതാ സകാത്തുകൾ മുറ പോലെ നിർവഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എങ്കിൽ നമ്മൾക്ക് അതിനുള്ള നന്ദി കാണിക്കേണ്ട ഒന്നാമത്തെ ഏരിയ എന്താണെന്നറിയോ? മനസ്സിൽ കൊത്തിവെച്ചോ സുഹൃത്തുക്കളെ? ഈ അനുഗ്രഹം റഹ്മാനായ റബ്ബിൽ നമുക്ക് നിലനിർത്തി തരണമെങ്കിൽ നമുക്ക് റബ്ബ് നൽകി ഈ ഒരു അവസരം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് നന്ദി കാണിക്കാൻ കഴിയണമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തുകൾ തന്നെയാണ്. നമ്മളിന്ന് പള്ളിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ ഭയപ്പെട്ടിട്ടില്ല, ഉണ്ടോ? ചില ആളുകളെ സുഹൃത്തുക്കളെ സുജൂദിൽ പോയി തല പൊക്കുമ്പോഴേക്കും ആ തല ചിതറിയത് നമ്മൾ കണ്ടില്ലേ? ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ആ വരവ്. പള്ളിയിലേക്ക് വന്നു, അടുത്തൊരു വഖത്ത് അല്ല, ഈ വഖത്ത് തന്നെ പൂർത്തീകരിക്കുമോ എന്ന് പോലും അറിയാതെ അത്രത്തോളം നിർഭയത്വത്തിന്റെ മാധുര്യം അനുഭവിക്കാതെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ? ഒരു ജുമുഅക്ക് അവർ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് മസ്ജിദുൽ അഖ്സയിലെ വിശ്വാസികൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ പങ്കെടുത്തുകൊണ്ടിരിക്കുക? നമ്മുടെ പോലത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണോ? നിങ്ങൾ പറയും.
ഈ ജുമഅ കഴിഞ്ഞിറങ്ങുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ, അതല്ല മറ്റേ പട്ടാളത്തിന്റെ ആ ഒരു തോക്കിന് ഞാൻ ഇരയാകുമോ എന്നൊരു പേടിയോടുകൂടെയാണ് അവരൊക്കെ വരുന്നത്. പക്ഷേ ആ തോക്കിൻ മുനമ്പിൻ ഇടയിലൂടെയും അവർ വന്ന് 5 വഖത്ത് നിസ്കരിച്ചു പോകുന്നെങ്കിൽ സുഹൃത്തെ, നമുക്കൊക്കെ റഹ്മാനായ റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് എത്ര നന്ദി കാണിക്കണം. അതുകൊണ്ട് അല്ലാഹ് പറയാ, നിസ്കാരം നിലനിർത്തണമെന്ന. പ്രിയപ്പെട്ട പുരുഷന്മാരെ, നമ്മുടെ ജമാഅത്ത് കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് കേവലമുള്ള തെറ്റല്ല, സ്വാതന്ത്ര്യത്തിന് ആവുന്ന അനുഗ്രഹത്തിനുള്ള നന്ദികേടുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ നമ്മൾ കാണിക്കണമെന്നാണ്. പിന്നെന്താ പറഞ്ഞേ? വഅമറൂ ബിൽ മഅറൂഫ്. അവർക്ക് ആധിപത്യമുണ്ടെങ്കിൽ, അവർക്കൊരു ഒരു വോയിസ് ഉണ്ടെങ്കിൽ അവർ നന്മ കൽപ്പിക്കുമെന്നാണ്. വനഹൗ അനിൽ മുൻകർ, അവർ തിന്മകൾക്കെതിരെ പോരാടുമെന്നാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് നമ്മുടെ നാട്ടിൽ സുഹൃത്തെ ദഅവത്തിനുള്ള അവസരങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത മറ്റു ജനാധിപത്യ രാജ്യം പോലെയല്ല. മറ്റു നാടുകളിലുള്ള മതരഹിത ജനാധിപത്യമാണ്. ഇവിടെ മതമില്ല. ഇവിടെയോ, ഇവിടെ ഓരോരുത്തർക്കും അവനവൻ വിശ്വസിക്കുന്ന മതം കൊണ്ടു നടക്കാനും ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ലൈസൻസ് നൽകപ്പെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ബാധ്യത എത്രയാണ്? അതുകൊണ്ട് റബ്ബ് പറയാണ്, അവർക്ക് ആധിപത്യം നൽകിയാൽ അവർ ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങൾ മാത്രമല്ല, എന്റെ ദീനിനെ, അവർ കൈകളിലേന്തി ഇസ്ലാമിന്റെ ആദർശത്തെ മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ അവർ ഈ അവസരത്തെ ഉപയോഗിക്കുമെന്നാണ്. നമുക്ക് ഇന്ന് അവസരം അൽഹംദുലില്ലാഹ് റബ്ബ് നൽകിയിട്ടുണ്ട്. എത്ര പേർ സുഹൃത്തെ ആ ദഅവ രംഗത്ത് ഇഷ്ടത്തോടുകൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടോ, അങ്ങനത്തെ ഒരു സംഘമുണ്ടോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം, അവരുടെ കൂടെ ചേരാൻ നമുക്ക് കഴിയണം, ആ നന്മകളെ പല ആളുകളിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ അതിനു പകരം ആ നന്മകളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു നന്മകൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. എത്ര വലിയ തെറ്റാണ് സുഹൃത്തുക്കളെ. 99% ശരികളെയും മാറ്റിവെച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും വാചകത്തിലോ ഏതെങ്കിലും നിലപാടിലോ ചെറിയ ഫാൾട്ട് എന്തെങ്കിലും വരുമ്പോഴേക്കും അതിനെ വലിയ പർവ്വതീകരിച്ച ആളുകൾക്കിടയിൽ ചർച്ച ചെയ്ത് ഈ മുഴുവൻ നന്മകളെയും തച്ചുടക്കുന്ന വിധം, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്ന എത്ര വലിയ ജനദ്രോഹമാണ്. ആളുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് റബ്ബ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ, അതിനനുസരിച്ച് അള്ളാന്റെ ദീനെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, മനോഹരമായി നീ എത്തിച്ചു കൊടുക്കുക. 4 കവലകളിലേക്ക് നീ ഇറങ്ങ്. ശിർക്കിലും ഖുറാഫാത്തിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ കണ്ടില്ലേ നീ? അവരെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ ഉറക്കം വരുന്നത്? ശിർക്കിന്റെ നരകത്തിന്റെ കൊള്ളികളാകാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നിനക്ക് ഗുണകാംക്ഷയില്ലേ? ഇറങ്ങിച്ചെന്ന് അവരോട് മനോഹരമായി നീ തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അവരെ നരകത്തിൽ നീ രക്ഷപ്പെടുത്തിയെടുക്കുക. എന്നാൽ അതേസമയം എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയേ ഉള്ളൂ. ശകാരിക്കേണ്ടതില്ല നിങ്ങൾ, കളിയാക്കേണ്ടതില്ല നിങ്ങൾ, ആരെയും വേദനിപ്പിക്കേണ്ടതില്ലെങ്കിൽ നീ മനോഹരമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ആ ഡ്യൂട്ടി ചെയ്യാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. നമ്മുടെ ഇത്തിരി പോകുന്നൊരു ചെറിയ ഒരു സർക്കിളിൽ കടന്ന് തിരിഞ്ഞാൽ പോരാ. ഒരിട്ടാവട്ടത്തിൽ എന്റെ ജീവിതം എന്തിനാ? എനിക്ക് സുഖിക്കാൻ. എന്റെ മക്കൾ, എന്റെ കുടുംബം ആ ഇട്ടവട്ടത്തിൽ ജീവിക്കുകയാണ് മഹാഭൂരിഭാഗം വരുന്ന ആളുകളും. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് അതിന് മാത്രമല്ല, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ദഅവ രംഗത്ത് സുഹൃത്തുക്കളെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പലർക്കും പല കഴിവായിരിക്കും. എല്ലാവർക്കും മൈക്കയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല, അല്ലേ? എല്ലാവർക്കും എല്ലാം ഓടി നടക്കാൻ കഴിയില്ല. ചിലർക്ക് സമ്പത്ത് കൊണ്ട് അള്ളാന്റെ ദീനിനെ സേവിക്കാൻ കഴിയുമെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ. ചില ആളുകൾക്ക് അവരുടെ വൈജ്ഞാനിക സേവനമാണെങ്കിൽ അവർ അത് നിർവഹിക്കട്ടെ.
ചില ആളുകൾക്ക് ശാരീരികമായി കൊണ്ടാണ് സേവനം ചെയ്യാൻ കഴിയുമെങ്കിൽ അവരത് നിർവഹിക്കട്ടെ. ഒന്നും കഴിയില്ലേ, ഒരു കട്ടിൽ നമ്മൾ ചുമരും, പിന്നെ ഒരു ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങിക്കിടക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ പോലും അവനക്ക് പോലും ദഅ്വാരംഗത്ത് ഈ പറഞ്ഞ ആയത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള വകുപ്പുണ്ട്. അവൻ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അവനക്കും ഇടമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല നിലക്ക് നമ്മുടെ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, ചില ബാധ്യതകൾ നമ്മൾ മറക്കാൻ പാടില്ല എന്നതാണ്. എന്താണ് ബാധ്യത? ഒന്ന്, ഐക്യം തകർക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതിന്റെ അർത്ഥം എല്ലാവരും പറയുന്ന എല്ലാ ആശയങ്ങളും നമ്മൾ തൊണ്ട തൊടാതെ വിഴുകണമെന്നോ വാരി പുണരണമെന്നോ അല്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. ശിർക്കൻ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ എല്ലാവിധ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ട് നമ്മുടെ ആശയം അങ്ങോട്ടും കൊടുക്കാൻ അർത്ഥത്തിലല്ല. അങ്ങനത്തെ ഒരു സൗഹാർദ്ദം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആദർശത്തിൽ ഒരു ഇറ്റുവെള്ളം പോലും ചേർക്കാതെ ബഹുദൈവാരാധനയുടെ എല്ലാ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും സുഹൃത്തെ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നാൽ മറ്റുള്ള എല്ലാ നന്മകളും നമുക്ക് സഹകരിക്കാം. എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന എല്ലാ നന്മകളും നമുക്ക് സഹകരിക്കാം. അത് ആരോ ആകട്ടെ, മുശ്രിക്കുകളാകട്ടെ, ആരോ ആകട്ടെ, അവരുടെ നന്മകൾ, പൊതുവെയുള്ള നന്മകൾ നമുക്ക് സഹകരിക്കാം. പക്ഷേ അവരുടെ മതാചാരങ്ങളിൽ മാത്രം നമ്മൾ പങ്കെടുക്കാതിരുന്നാൽ മതി. ആരാ പറഞ്ഞ്? റഹ്മാനായ റബ്ബ് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്താത്ത, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത, ബദ്ധവൈരികളല്ലാത്ത മറ്റുള്ള ആളുകളോട് നിങ്ങൾ നന്മ ചെയ്യുന്നതോ നീതിയോടുകൂടെ വർത്തിക്കുന്നതോ പടച്ചോനൊരിക്കലും അതിനെ എതിർക്കുന്നില്ല എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം തന്നറിയുങ്ങളെയും, അത് സ്വന്തക്കാർ മാത്രമല്ല, മുശ്രിക്കീങ്ങളായ ആളുകൾ, കുടുംബക്കാരിൽപ്പെട്ട മുശ്രിക്കീങ്ങളായ ആളുകൾ ഉണ്ടാവില്ല, അവര് മാത്രമല്ല, ആരും ആകട്ടെ എന്നാണ്. ഏത് മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നമ്മളെ പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത, മുസ്ലിമീങ്ങൾ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഏത് ആളുകളാട്ടെ, ആ മുസ്ലിമീങ്ങളാട്ടെ, അവർക്കൊരു നന്മ, ഭൗതികപരമായിട്ടുള്ള നന്മ ചെയ്യാൻ അള്ളാഹ് നമ്മളെ വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. എങ്കിലേ നമ്മുടെ ആദർശം, ഈ മഹത്വം അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ആ നിലക്ക് അവരോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നാൽ ചില ആളെങ്കിലും തെറ്റിദ്ധരിച്ചു, ചില ആളുകളെങ്കിലും ബോധപൂർവം അല്ലാതെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമുസ്ലിമാണോ? അവനോട് മിണ്ടാൻ പാടില്ല, അവനോട് ചിരിക്കാൻ പാടില്ല, അവനോട് സ്നേഹിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മിണ്ടാതെയും ചിരിക്കാതെയും എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ ആദർശം കൊണ്ട് കൊടുക്കുക? എല്ലാവരോടും വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അതല്ല വേണ്ടത്. ഗുണകാംക്ഷയോടുകൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്നാൽ ഒരു വിശ്വാസിയെ ആത്മമിത്രമായി കൊണ്ട് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വിശ്വാസിയോട് നല്ലൊരു ആദർശം വെച്ച് പുലർത്തുന്ന ഒരാളോട് ഉണ്ടാകേണ്ട സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാവൂല. എന്നാൽ അവരോട് ഒരു മനുഷ്യർക്ക് കൊടുക്കേണ്ട പരിഗണനകളെല്ലാം കൊടുത്തു മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറക്ക് ഒരുങ്ങുന്ന സമയത്ത് കൈവന്ന് പിടിക്കുന്നത് വിശ്വാസിയല്ല, ജൂതനാണ്. എവിടുക്കാ പോണെന്ന് വെച്ച്, ഞാൻ നാട് വിട്ടു പോകാന്ന പറഞ്ഞു. എന്താ മറുപടി? നിങ്ങളെപ്പോലെയുള്ള ആൾ ഇവിടുന്ന് പോകാൻ പാടില്ല എന്നാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇവിടുന്ന് പോകാൻ പാടില്ല, നിങ്ങളൊരു കുട്ടി ഇവിടുന്ന് പുറത്താക്കൂല, നിങ്ങൾക്കുള്ള സംരക്ഷണ ഉത്തരവാദിത്തം എന്റെ കടമയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിടിച്ചുകൊണ്ടുകയാണ്. അതെങ്ങനെ ഉണ്ടായതാ? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ആ ഒരു ഇടപാടാണ് സുഹൃത്തുക്കൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജൂതനോട് കാണിച്ച പെരുമാറ്റത്തിന്റെ മര്യാദയിൽ നിന്നും വലിയൊരു മനുഷ്യത്വത്തെ, ഏറ്റവും മാതൃകാ യോഗ്യനായ ഒരു മനുഷ്യനെ അവർ കണ്ടു എന്നതാണ്. സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ, മാർക്കറ്റ് റേറ്റിനേക്കാൾ എത്ര ഇരട്ടിയാണ് പൈസ. ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ പറയണത്, ഈ സ്ഥലത്തിന് ഇത്ര വിലയോ? അദ്ദേഹം ഇട്ട വില എന്താണെന്നറിയും? ഞാൻ ഇട്ട വില എന്റെ സ്ഥലത്തിനല്ല, എന്റെ അയൽവാസിക്ക് കൂടെയാണ്. അവനാണ് ഈ സ്ഥലത്തിന്റെ അയൽവാസി, അവൻ ചില്ലറക്കാരനല്ല. ഒരു വിശ്വാസിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പറയണത്. നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ നിലക്കുള്ള വിശ്വാസം വെച്ച് കൊടുത്തുന്ന ആളുകളോ ചിരിക്കാൻ പാടില്ല, കണ്ടാൻ മിണ്ടാൻ പാടില്ല, എല്ലാവരോടും ശത്രുതയോടുകൂടെ വർത്തിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റിന്റെ താഴേക്ക് കൊടുക്കുക ചെയ്യുക ആളുകൾ. എങ്ങനെയും ഒഴിവാകാൻ വേണ്ടി സുഹൃത്തുക്കളെ നമ്മൾ എവിടെ നിൽക്കും നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ
വളരെ ഹിക്മത്തോടുകൂടെ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വലിയൊരു ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്ന ഉത്തമമായ ബോധത്തിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട അതിനുള്ള ബാധ്യതകൾ, ശുക്രിന്റെ, നന്ദിയുടെ മേഖലകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നാടിനോടുള്ള നമ്മുടെ ബാധ്യതയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുവാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായിക്കൊണ്ട് നിലകൊള്ളുക എന്ന് പറയുന്നത്. പലപ്പോഴും ഇരുട്ടിന്റെ ശക്തികൾ, മതവർഗീയത ഇളക്കിവിട്ടു മറ്റുമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഇല്ലാതെയാക്കുവാനും മറ്റു ചില അജണ്ടകൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പുള്ളതിനേക്കാൾ ഏറെ അവസരങ്ങൾ പാത്ത് എന്ത് കിട്ടിയാലും അടിച്ച് ഈ കാണുന്നൊരു സാഹോദര്യമൊക്കെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല നിലക്കും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വികാരത്തോടുകൂടെയല്ല, വിവേകത്തോടുകൂടെ ഇടപെടാൻ ഒരു വിശ്വാസിക്ക് ഏതായിരുന്നാലും കഴിയണം. അതിനുള്ളൊരു പക്വത നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പോ എലക്ഷൻ പോലും അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതിന്റെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഏത് കളിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കല്ല, മറിച്ച് അതിനെതിരെയുള്ള വളരെ മനോഹരമായ വിവേകത്തോടുകൂടെ പക്വതയോടുകൂടെയുള്ള എല്ലാവിധ നീക്കങ്ങളിലും ഒന്നാമത്തെ സഫിൽ നമ്മൾ ഉണ്ടാകണം. വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. കാരണം ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യം നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ദീനനുസരിച്ച് കണ്ണടക്കാനുള്ള നമ്മുടെ ഒരു അവകാശമാണ്. നമ്മൾ അതിനുവേണ്ടി പോരാടാന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മളെ ദീന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ദീൻ ഇവിടെ നിലനിർത്താനുള്ള ഒരു കാര്യത്തിന് കൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, ഇറങ്ങുന്നത്. ബാക്കിയുള്ള ആളുകൾ സ്വസ്ഥം സമാധാനമായിക്കൊണ്ട് ജീവിക്കണമെന്നൊരു നെയ്യത്തുണ്ടാകുള്ളൂ. നമുക്കും അതിനുമപ്പുറത്ത് ദീനിനെ നിലനിർത്തുന്നത് ഇതിന്റെ ഭാഗമാണ് എന്ന ഒരു ദീനീപരമായ നെയ്യത്താണ് നമുക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം പ്രതിഷേധങ്ങൾ, പ്രോഗ്രാമുകൾ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അലിക്കടിയുന്ന എല്ലാം ഈ ഒരു നെയ്യത്തോടുകൂടെ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് കൊടുക്കാനും നിർവഹിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതിനേക്കാളെല്ലാം ഉപരി എത്ര വലിയ ബുദ്ധി രാക്ഷസനായ ആളുകൾ നമ്മുടെ നേതൃപദവിയിൽ ഇരുന്നാലും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കൈകളിൽ ആയുധം തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥന സുഹൃത്തുക്കളെ വേണം. ദാരി പഠിപ്പിച്ചെന്നറിയുകള്, അവനവൻ ജീവിക്കുന്ന നാടിന്റെ അഖണ്ഡതക്കും നന്മക്കും നിർഭയത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വല്ലത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണേ എന്നാണ്. അല്ലെ, ഒരു നിർഭയത്വമില്ലാത്ത നാടായിരുന്നു മക്ക എന്ന് പറയുന്നത്. കൊള്ളക്കാരാലും മറ്റുമൊക്കെ ഇറങ്ങി നടക്കാൻ പേടിച്ചറിഞ്ഞ ഒരു കാലഘട്ടം. ഇന്ന അവസ്ഥ മാറി. ഏത് രാത്രിയിലും ഏത് സ്ത്രീക്ക് പോലും നിർഭയത്വത്തോടുകൂടെ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വെറുതെയല്ല, അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകളൊക്കെ വിശദീകരിക്കും പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അവനവൻ ജീവിക്കുന്ന നാടിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ സുഹൃത്തുക്കൾ നമുക്ക് കഴിയണം. നമ്മൾ ഈ ആഫിയത്തൊക്കെ ചോദിക്കണം എന്തിനാണ്? നല്ല നിലക്ക് നീച്ച് നടക്കാൻ വേണ്ടി മാത്രം അല്ല. ആ ആഫിയത്തിൽ ഇവിടെ ഒക്കെ പെട്ടു. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിലോകത്തൊരു മനുഷ്യനിക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ, സ്വസ്ഥം സമാധാനമായി ജീവിക്കാൻ എന്തെല്ലാം ചേരുവകൾ ആവശ്യമാണോ അതെല്ലാം വേണമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു ഇന്നീ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ എന്നൊക്കെ പറയുമ്പോൾ ദുനിയാവിലെ ആഫിയത്തിൽ പെട്ടതിനാണ് എന്ത്? ഈ മതം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ഇടം, ഒരു സ്വാതന്ത്ര്യം, ഒരു നിർഭയത്വം കിട്ടുക എന്നുള്ളത്.
അതൊക്കെ ആ മനസ്സ് തട്ടിയിട്ട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, നിന്നെ ഭയക്കാത്ത ആളുകളെ പടച്ചോൻ ഒരിക്കലും ഞങ്ങളുടെ നേതാവാക്കി മാറ്റരുതേ എന്നൊക്കെ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശരിക്കുള്ള ഒരു ദൗത്യം തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേവലം ഒരു കൊടിപൊക്കലിലും ഒരു മിഠായി വിതരണത്തിനും അവസാനിക്കുന്ന അപ്പുറത്ത് വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോടുള്ള ബാധ്യത നിറവേറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കും മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനേ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ടും രോഗം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആവലാദികൾ ഉള്ള ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, സ്വാതന്ത്ര്യമാകുന്ന അനുഗ്രഹത്തിന്റെ വില ശരിക്ക് ബോധ്യപ്പെടുവാനും അതിനുള്ള നന്ദി എന്തൊക്കെ ഘടകങ്ങൾ ചേർത്ത് വെക്കുന്നതിലൂടെയാണോ അതെല്ലാം കൃത്യമായി കൊണ്ട് നിർവഹിച്ച് ആ വിഷയത്തിൽ നിനക്ക് തൃപ്തിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനൊക്കെയുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഒക്കെ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.